ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. യാ റിയലി. അവളും കൂടി വന്നാലേ വെക്കേഷൻ അടിപൊളിയാവും. ഓ ഗോഡ്, എനിക്ക് കുറച്ച് പേപ്പർ വർക്ക്സ് ഉണ്ട്. അതൊന്ന് തീർന്നിട്ട് വന്നാ മതിയായിരുന്നു എന്നാ എന്റെ പ്രാർത്ഥന. മോളുടെ പേപ്പർ വർക്ക് കൊളവാക്കി കൈ തരും അവൾ. ആ ദാ ഒരു പൂച്ച. എവിടെ നോക്കൂ, ഇറ്റ്സ് എ കിറ്റൻ. കഴുത്തിലെന്താ ബെൽ? ആ ഡോർ തുറന്ന് പുറത്തേക്ക് വിട്ടേക്കൂ. പാവം. അല്ല, ഒരു പൂച്ചക്കുട്ടി ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങളുടെയാണോ? ഹേയ്, എവിടുന്ന് വലിഞ്ഞു കയറി വന്നാ ശല്യമായി. ഞങ്ങൾ അതിനെ കൊല്ലാൻ പോവാ. കൊല്ലാനോ? ഓ ദാറ്റ്സ് ക്രൂവൽ. കഷ്ടം. ഓ, അപ്പൊ എല്ലാവർക്കും പൂച്ച ഇഷ്ടമാണ്. ഗുഡ്. കൂട്ടത്തിൽ ആർക്കാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഒന്ന് കൈപൊക്കിയാ കൊള്ളാം. എന്താ നിങ്ങൾ പറയുന്നത്? വാട്ട്സ് റോങ് വിത്ത് യു? ദാ പൂച്ച നിങ്ങളുടെ ആണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. പൂച്ചയെ കൊണ്ടുപോകാം, പക്ഷേ ഇനി ഒളിച്ചുകളി വേണം. ആരാ പാർട്ടി എന്നറിയാൻ രവി ഇങ്ങനെ ആ ഒരു ആങ്സൈറ്റി, അവന്റെ ഒരു ടെൻഷൻ. വാട്ട്സ് യുവർ പ്രോബ്ലം മിസ്റ്റർ ഡെന്നിസ്? എന്താ ഡെന്നിസിന്റെ പ്രോബ്ലം? പ്രോബ്ലം ഓക്കെ, വേണ്ട, ഞാൻ പിടിച്ചോളാം, കണ്ടുപിടിച്ചോളാം. ഈ പൂച്ചക്കുട്ടി എവിടേക്ക് രാത്രിയിൽ വേളാങ്കണ്ണിക്ക് ടൂർ പോവാ? സ്ത്രീപീഡനത്തിന് പുറത്താക്കിയല്ലേ? നീ അവിടെ കിടന്ന് പീഡിപ്പിക്കും. നാണക്കേട്. മുത്തശ്ശന്റെ മുമ്പിൽ ഞാൻ അങ്ങോട്ട് ചൂളിപ്പോയി. അതിനിപ്പോ നമ്മൾ തന്നെ നമ്മളല്ല, നീ ഒറ്റൊരുത്തനെ ഓവറാക്കി ചളമാക്കിയത്. രാത്രി കാലത്ത് പെമ്പിള്ളേരുടെ മുറിയിൽ നുഴഞ്ഞു കയറി നാണക്കേട്. എടാ, ഒരു അറ്റംപ്റ്റ് ചീറ്റി എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ഓ, എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഓ, എനിക്ക് വലിയ അസുഖമല്ലേ നിന്റെ മറ്റവളെ കണ്ടാത്താഞ്ഞിട്ട് പോടാ. നീ ഇവിടെ തെണ്ടി, നീ പോടാ പരമത. അതെ, നിങ്ങൾ ഇങ്ങനെ കൂടെ കൂടെ തെണ്ടിന്ന് വിളിച്ച് പറഞ്ഞ കാര്യമില്ല. എനിക്ക് മനസ്സിലായി നിങ്ങൾ ആരെ തെണ്ടിന്ന്. മനസ്സിലായി. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിലേ പുറത്തു പോ. അവിടെ നല്ല നിലാവാ, അവിടെ പോയി ബഹളം വെക്കി. മനുഷ്യൻ റെസ്റ്റ് ചെയ്യുമ്പോഴാ, അല്ലെങ്കിൽ ടയേർഡാ. നീ പോടാ കോപ്പേ. നീ ആരാ ചോദിക്കാൻ? ഞങ്ങൾ എന്ത് ചെയ്യും? നീ വേണേ പുറത്തേക്ക് തുടങ്ങാ. ഇപ്പൊ എല്ലാം കൂടി എന്നെ ഞാൻ നീയായോ? അല്ല, പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് പോയി രണ്ടുപേരും കൂടി പോയി എന്താ ഡിക്വാളിഫിക്കേഷൻ ഒപ്പിച്ചു വന്നിരിക്കാ. പാഞ്ഞ വിശാമിത്രമാര് അടിയുടെ കാര്യം പറഞ്ഞപ്പോഴേ അയ്യോ ടെലിഫോൺ മണി അടിക്കണേ. നമസ്കാരം.